തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാക്കുകളിൽ നിറയുന്ന സംശുദ്ധിയും കാലം കോർത്തിണക്കിയ കരകൗശല വിദ്യകളും പെണ്ണഴകിൽ തീർക്കുന്ന നവീനത അത് ആമിയ ഗോൾഡൻ ഡയമണ്ട്സിനല്ലാതെ മറ്റാർക്കും നൽകാനാവില്ല. കേരള ഡിസൈൻ പണിക്കൂലി 2.5% മുതൽ, ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, ആന്റിക് ടർക്കിഷ് ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ. Redefining elegance, crafted with traditional Amia Golden Diamonds, Bypass Road, Chaman. വാർത്തകൾ വിശദമായി. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ വനിതാ ഡോക്ടർക്കെതിരായ ആരോപണങ്ങളിൽ ഡോക്ടർക്ക് അനുകൂലമായ റിപ്പോർട്ട് നൽകി ആരോഗ്യവകുപ്പ്. ആശുപത്രി കാഷ്വാലിറ്റിയിൽ രാത്രി സമയത്തുണ്ടായിരുന്ന രോഗികളുടെ തിരക്കും ചികിത്സ തേടിയെത്തിയ 6 വയസ്സുകാരൻ്റെ കുട്ടിയുടെ പിതാവ് മുഹമ്മദ് നൌഫലിൻ്റെ പ്രകോപനവും അത്യാഹിത വിഭാഗത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ ഡോക്ടറെ മാനസിക സംഘർഷത്തിലാക്കുകയും ഇതേ തുടർന്നാണ് ഡോക്ടർ കയർത്ത് സംസാരിച്ചതെന്നും ചികിത്സയ്ക്കെത്തിയ കുട്ടികളോട് ഡോക്ടർ മനുഷ്യത്വരഹിതമായി സംസാരിക്കുകയോ ബോധപൂർവം ചികിത്സ നിഷേധിക്കുകയോ ചെയ്തതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നുമാണ് ആരോഗ്യവകുപ്പിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. കഴിഞ്ഞ ജനുവരി 8-ാം തീയതി രാത്രി മുറിവ് പറ്റി അടിയന്തര ചികിത്സയ്ക്കെത്തിയ 1-ഉം 6-ഉം വയസ്സുള്ള കുട്ടികൾക്ക് തക്ക സമയത്ത് ചികിത്സ നൽകിയില്ലെന്നും മറ്റും കാണിച്ചുള്ള പരാതിയിൽ അന്വേഷണം നടത്തി ആരോഗ്യവകുപ്പ് ബാലാവകാശ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടറും ചികിത്സയ്ക്കായി കുട്ടിയെ എത്തിച്ചയാളും തമ്മിലുണ്ടായ തർക്കം ചികിത്സ തേടിയെത്തിയ കുട്ടികളിൽ മാനസിക സംഘർഷം ഉണ്ടാക്കിയിരിക്കാമെന്നും ഈ സാഹചര്യം ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ജനുവരി 8-നായിരുന്നു പരാതിക്ക് ആസ്പദമായ സംഭവം നടന്നത്. വാതിലിനിടയിൽ കൈമുറിഞ്ഞെത്തിയ 1 വയസ്സുകാരന് ചികിത്സ നിഷേധിച്ചെന്നും ചുണ്ടുമുറിഞ്ഞെത്തിയ 6 വയസ്സുകാരൻ്റെ പിതാവ് ഇത് ചോദ്യം ചെയ്തതിൽ അപമര്യാദയായി പെരുമാറുകയും കള്ളക്കേസ് നൽകിയെന്നുമുള്ളതാണ് പരാതി. എന്നാൽ ചികിത്സ നിഷേധിച്ചിട്ടില്ലെന്നാണ് ഡോക്ടർ ആരോഗ്യവകുപ്പ് അധികൃതർക്ക് നൽകിയ മൊഴി. 1 വയസ്സുകാരൻ്റെ മുറിവ് തുന്നുന്നതിനായി ഡ്രസ്സിംഗ് റൂമിലേക്കാക്കുകയും ഈ സമയം 6 വയസ്സുകാരൻ്റെ പിതാവ് 1 വയസ്സുകാരൻ്റേത് നോക്കിയിട്ട് മറ്റുള്ളവരുടെ നോക്കിയാൽ മതിയെന്ന് പറഞ്ഞ് തർക്കിക്കുകയായിരുന്നുവെന്നും ഡോക്ടറുടെ മൊഴിയിൽ പറയുന്നു. തുടർന്ന് കുട്ടിയുടെ കയ്യിലെ മുറിവ് തുന്നുന്നതിനായി ഗ്ലൗസ് ഇട്ട് തയ്യാറായി വന്നപ്പോഴേക്കും രക്ഷിതാക്കൾ കുട്ടിയെയും കൊണ്ട് മറ്റൊരു ആശുപത്രിയിലേക്ക് പോയിരുന്നുവെന്നും തുടർന്ന് 6 വയസ്സുകാരന് പരിശോധിച്ച മരുന്ന് എഴുതി നൽകുകയും ചെയ്തു എന്നും മൊഴിയിൽ പറയുന്നു. അതേസമയം ഡോക്ടർ മോശമായി പെരുമാറിയെന്നാണ് 1 വയസ്സുകാരൻ്റെ മാതാവ് നേരത്തെ പറഞ്ഞിരുന്നത്. മുറിവ് പച്ചയ്ക്ക് തുന്നുമെന്നടക്കം പറഞ്ഞിരുന്നതായും ഇത് ചോദ്യം ചെയ്ത 6 വയസ്സുകാരൻ്റെ പിതാവിനെതിരെ കയർത്ത് സംസാരിച്ചുവെന്നുമായിരുന്നു ഇവർ ആരോപിച്ചിരുന്നത്. എന്നാൽ ഇതൊന്നും കണക്കിലെടുക്കാതെ ഡോക്ടർക്ക് അനുകൂലമായ റിപ്പോർട്ടാണ് നിലവിൽ ആരോഗ്യവകുപ്പ് മനുഷ്യാവകാശ കമ്മീഷന് സമർപ്പിച്ചിരിക്കുന്നത്. അതേസമയം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടറും ചികിത്സയ്ക്കായി കുട്ടിയെ എത്തിച്ചയാളും തമ്മിലുണ്ടായ തർക്കം ചികിത്സ തേടിയെത്തിയ കുട്ടികളിൽ മാനസിക സംഘർഷം ഉണ്ടാക്കിയിരിക്കാമെന്നും ഈ സാഹചര്യം ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും ആരോഗ്യവകുപ്പിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് നൽകിയ പരാതിയിൽ മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുകയാണ് കമ്മീഷന് റിപ്പോർട്ട് സമർപ്പിച്ചത്. കഴിഞ്ഞ ജനുവരി 8-ാം തീയതി രാത്രി ആശുപത്രിയിൽ മുറിവ് പറ്റി അടിയന്തര ചികിത്സയ്ക്കെത്തിയ 1 വയസ്സുകാരനും 6 വയസ്സുകാരനും തക്ക സമയത്ത് ചികിത്സ നൽകിയില്ലെന്നും മറ്റും കാണിച്ച് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫെബിനയ്ക്കെതിരെയുള്ള പരാതിയിലാണ് നിലവിൽ കമ്മീഷന്റെ പരിഗണനയിൽ ഉള്ളത്. ആശുപത്രി കാഷ്വാലിറ്റിയിൽ രാത്രി സമയത്തുണ്ടായിരുന്ന രോഗികളുടെ തിരക്കും ചികിത്സ തേടിയെത്തിയ 6 വയസ്സുകാരൻ കുട്ടിയുടെ പിതാവ് മുഹമ്മദ് നൌഫലിൻ്റെ പ്രകോപനവും അത്യാഹിത വിഭാഗത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ഫെബിനയെ മാനസിക സംഘർഷത്തിലാക്കുകയും ഇതേ തുടർന്നാണ് ഡോക്ടർ കയർത്ത് സംസാരിച്ചതെന്നും ചികിത്സയ്ക്കെത്തിയ കുട്ടികളോട് ഡോക്ടർ മനുഷ്യത്വരഹിതമായി സംസാരിക്കുകയോ ബോധപൂർവം ചികിത്സ നിഷേധിക്കുകയോ ചെയ്തതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ചികിത്സ തേടിയ 6 വയസ്സുകാരൻ്റെ വീട്ടിൽ പോലീസ് പോയത് ഡോക്ടറുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. ഇത് കുട്ടിയുടെ മാനസിക നിലയെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് പോലീസ് നടപടിയുടെ ഭാഗമാണെന്നും പരാതിക്ക് കാരണമായ സംഭവങ്ങൾ നടക്കുന്ന ദിവസം ആശുപത്രിയിലെ CCTV തകരാറിലായതിനാൽ ഇത് മുഖേനയുള്ള തെളിവുകൾ പരിശോധിക്കുവാൻ സാധിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ആശുപത്രിയിൽ ഇത്തരം സംഭവങ്ങൾ മേലിൽ ആവർത്തിക്കാതിരിക്കുവാൻ എല്ലാ ജീവനക്കാരോടും ജാഗ്രത പാലിക്കുവാനും കാര്യക്ഷമമായി പൊതുജനങ്ങൾക്ക് സേവനം ഉറപ്പാക്കുവാനും വേണ്ട നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ റിപ്പോർട്ടിലുണ്ട്. ആരോപണ വിധേയെ വെള്ളപൂശുന്ന റിപ്പോർട്ടാണ് ആരോഗ്യവകുപ്പിൻ്റെതെന്നും ആക്ഷേപം ഫയൽ ചെയ്യുമെന്നും മറച്ചുവെച്ചിരിക്കുന്ന തെളിവുകൾ പുറത്തു കൊണ്ടുവരുമെന്നും നിഷ്പക്ഷ അന്വേഷണമാണ് ആവശ്യമെന്നും അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.